ഹലോ അസ്സലാമു അലൈക്കും ഗായ്സ്. ആര്യ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണല്ലേ. അപ്പം തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. അലക്കിയിട്ട് ഉണങ്ങാനുള്ള അതുപോലെ വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്നലത്തെയും കൂടെ വീഡിയോ ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. അവൾക്ക് പല്ലിന് കുറച്ചൊരു കേടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അത് എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ എഴുതി കൊടുത്തപ്പോൾ ഒരു ഡേറ്റ് തരാം പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടില്ല. അപ്പോൾ ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ച് പോയി. 2-3 മാസമായി കൊടുത്തിട്ട്. സ്കൂൾ പോകുന്ന കുട്ടിയല്ല, അപ്പോൾ സ്കൂൾ ലീവാക്കാനും പറ്റില്ലല്ലോ. അപ്പം ഷീട്ട് ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ ഷീട്ട് കൊണ്ടുപോയി സൈൻ ചെയ്യണോ വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവളെ പറഞ്ഞേക്കാം ഞാൻ കേട്ടോ. അവൾ അവിടെ ലൈനിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവർ പറയാനൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. അപ്പോൾ അവർ പറയുന്നത് അവിടുന്ന് ഇതൊന്നും വേണ്ട, സൈൻ വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ 63-ലേക്ക് കയറിയിട്ട് 63 ആളെ കാണിക്കേണ്ടത്. നിറയെ ആളുകളുണ്ട് കേട്ടോ. ബാക്കിലോട്ടൊക്കെ ഉണ്ട്. ഫുള്ള് ലൈനായിരുന്നു കേട്ടോ. എന്നോട് എനിക്ക് കാലിന് ചെറിയൊരു പരിക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവളെ ചെയ്യാൻ നിന്നോളാന്ന് പറഞ്ഞ അവളെ നിന്ന്. അങ്ങനെ കുറേ ആയി. ബാക്കിലുള്ള ആൾക്കാരൊന്നും ഫോട്ടോ എടുക്കാനും വീഡിയോയിൽ ഇടാനൊന്നും പറ്റില്ല. പല സ്ത്രീകളും ഉണ്ടാവുമല്ലോ പല നാട്ടിലുള്ള. അവർക്കൊന്നും നമ്മളെക്കുറിച്ച് നമുക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലല്ലേ. അതുകൊണ്ട് അവരൊന്നും ജസ്റ്റ് അങ്ങനെ പോയി എന്നല്ലാണ്ട് എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവർ ഡേറ്റ് തന്നു. നെക്സ്റ്റ് ചൊവ്വാഴ്ച മറ്റന്നാൾ പോകണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഇങ്ങോട്ട് പോകുന്ന ചേവായൂർ പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ട് വലിയൊരു ഹോസ്പിറ്റൽ, ചർമ്മരോഗ ഹോസ്പിറ്റലാണ് കേട്ടോ. അവളെ കയ്യിൽ ഈ പാലുണ്ണി ആ സാധനം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതൊന്ന് കുറേ ലൈൻ നിൽക്കേണ്ടി വന്ന്. എത്രയോ ടോക്കൺ നമ്പറൊക്കെ 638 അങ്ങനത്തെ നമ്പർ ഇട്ട് നമുക്ക് കിട്ടിയത്. ഒരു 12 മണിയാകുമ്പോൾ അടക്കും കേട്ടോ. അത് ഞങ്ങളെത്തി 2 മിനിറ്റ് കൊണ്ട് അടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഷീട്ട് കൊടുക്കുന്ന സ്ഥലം കൗണ്ടറിൽ കേട്ടോ. പെട്ടെന്ന് ചെന്നുകൊണ്ട് നമുക്ക് കിട്ടി. കാരണം ഞാൻ മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് അടത്തണമെങ്കിൽ. അങ്ങനെ ഞാനും ഉള്ളവിടെ നിന്ന് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനും പറ്റൂല അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ വരുന്ന വയ്ക്കുന്നത് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് കാട്ടി കഴിഞ്ഞിട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ ആണ്. ഉച്ചക്ക് മീൻകറി ഒക്കെ ഉണ്ടാക്കാണ്. മീൻകറി എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും, അറിയാലോ. തക്കാളി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എന്താ പറയുക, ഉലുവ പൊട്ടിച്ചിട്ട് പിന്നെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഈസ്റ്റും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട്. അങ്ങനെ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് പിന്നെ ചെറിയ മീൻ, എന്താ പറയുക, കോരമീനാണ് കേട്ടോ. അത് മുറിക്കാനുള്ളതാണ്. അത് നമ്മളെ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നല്ലതൊക്കെ എടുത്ത് കുറച്ച് നമ്മൾ എടുക്കും, ബാക്കി അവർക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ മീൻ അതിലൊക്കെ ഒക്കെ വഴറ്റി വന്ന് റെഡി ആയിട്ടുണ്ട്. തക്കാളി, ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഉലുവയാണ് ഇട്ടത് കേട്ടോ. നന്നായി വരണ്ടി വന്നതിന് ശേഷം നമുക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതല്ലേ കറികൾ അല്ലേ. എന്നാൽ മസാല ചേർക്കാം നമുക്ക്. അതിലേക്കുള്ള മസാല ചേർത്ത് നോക്കട്ടെ. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണേ. മുളക് പൊടി എരിവൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇട്ടാൽ മതി. കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, സ്റ്റവല്ല സ്ലോയിൽ വെക്കണേ, ഞാൻ അടിക്ക് പിടിക്കും. ഇനി ഞാനിതാ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചിരിക്കുക.
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ കണമീൻ ഇന്നലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി ഫ്രഷാണ് കേട്ടോ. ഇനി നമുക്കിതാ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി കറിക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചെടുത്ത് പോയി പൊരിച്ചെടുക്കണം കേട്ടോ. പൊരിക്കാനും എടുക്കണം. കാരണം ഇക്കയും മക്കളും കറി കൂട്ടില്ല. മോള് കൂട്ടും, മോനും ഇക്കയും കൂട്ടില്ല. അപ്പോൾ അവർക്ക് പൊരിച്ചെടുക്കണം. കുറച്ച് പൊരിക്കാൻ വെക്കാം, ബാക്കി നമുക്ക് കറി വെക്കാം. ഇത്ര മതി പൊരിക്കാൻ. വൃത്തിയാക്കണം. കറി നന്നായിട്ട് തിളച്ച് നന്നായി വേവട്ടെ. മീനൊക്കെ ഒന്ന് അമർന്നത് വേവട്ടെ കേട്ടോ. കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. പൊരിക്കാൻ മീൻ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. ഇതറിയാം എന്ത് ലീഫാണെന്ന്? ഇത് മല്ലിച്ചപ്പാട്ടോ, ആഫ്രിക്കൻ മല്ലിച്ചപ്പ. നമ്മുടെ വീട്ടിലുണ്ട്. ഇതൊരു കഷ്ണമിട്ട നല്ല സ്മെല്ലാട്ടോ കറിക്ക്. ഇറച്ചിക്കും കോഴിക്കും ഒക്കെ നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് കറി ഓഫാക്കട്ടോ. ഓഫാക്കിയാലും കിടന്ന് ഇങ്ങനെ തിളക്കും. മണ്ണുങ്കലല്ലേ, മണ്ണ് കറി ഭയങ്കര ടേസ്റ്റുള്ള കറി കേട്ടോ. കുറച്ച് കപ്പുണ്ട്, കപ്പ പൂള എന്നൊക്കെ പറയുമല്ലോ, പൂള ഉണ്ട്. വൈകുന്നേരം നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് മീൻ കറിയും കൂട്ടി കഴിക്കണം. ഇപ്പോൾ ചോറിനൊക്കെ ഉണ്ടാക്കിയാണ്, പൂളക്ക് കൊടുക്കുക തന്നെ കേട്ടോ കറി തന്നെ. അപ്പോൾ ഇതാ മീൻ പൊരിക്കാണ്ട്, മീൻ പൊരിക്കട്ടെ. चालिए चाली को भ्रांताने चालिए भ्रांत गिरकाने കുറച്ച് ദിവസമായി ഭ്രാന്ത്. 2 വയസ്സായി. കണ്ടാ തീരെ തോന്നൂല. ഇവിടെ കുളിച്ച് സുന്ദരിയായിക്കണേ. ഇപ്പം ആർക്കൂട്ടോ നമ്മളെന്തെങ്കിലും ഒച്ചട്ടാലും ഉണ്ടാക്കും. കണ്ടില്ലേ? ഒഴിവാക്കിട്ടോ. നല്ല വെയിലുണ്ടല്ലേ, നല്ല വെയിൽ, നല്ല കാറ്റും. പക്ഷേ മഴ ഇല്ല. വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി. 8 ആൾ മരിച്ച്, വെള്ളത്തിൽ പോയി, കാണാതായി. അതിനു വേണ്ടി വന്നിരുന്ന മഴയായിരുന്നു. ഒരാപത്ത് അതോടെ കഴിഞ്ഞു. ഇനി ഇല്ലാണ്ടിരിക്കട്ടെ, ഏതായാലും ഉള്ള കാക്കട്ടെ എല്ലാവരും. ഭയങ്കര മഴയും ഇതും വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്നേരം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, പുറത്തൊക്കെ നല്ല വെയിലുണ്ട്. അടിപൊളി വെയിലപ്പോൾ തിരുമ്പി ഇട്ടതൊക്കെ പുറത്ത് വെയിലത്തിട്ടിട്ടുണ്ട്. ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടുന്നു. അതൊന്നുമില്ല. മഴയും വേണം, വെയിലും വേണം. പക്ഷെ മഴ കൂടുതലായാലും നമുക്ക് പ്രശ്നമാണ്. ഏതായാലും മരിച്ചു പോയവർക്ക് ഓരോ കുടുംബത്തിനൊക്കെ എല്ലാവർക്കും, ഒരു കുടുംബത്തിലെല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ. അവർക്ക് എല്ലാവർക്കും അള്ളാൻ്റെ കരുണ ഉണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും ഇതുപോലെ അള്ളാൻ്റെ കരുണ ഉണ്ടാവട്ടെ. ആപത്തിൽ തൊട്ട് അള്ളാഹ് കാക്കട്ടെ. നല്ലതായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ ആളെ കാട്ടിത്തരാം.
എൻ്റെ ചാർലി മോളാണത്. എൻ്റെ ചാർലിക്ക് ചൂടായിട്ട് 2 ദിവസമായി പുറത്ത് വിടാൻ വേണ്ടി കളിക്കുകയാണ്. അവളെ എല്ലാ കാര്യങ്ങളും അതിലൊന്ന് നടത്തുള്ളൂ. അപ്പിട്ടും അതൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് സുന്ദരിയായിട്ട് അവൾ നിൽക്കുകയാണ്. അപ്പോൾ ആരെയൊന്ന് കിട്ടണമൊക്കെ ഇപ്പോൾ അതാണ് ഇപ്പോൾ കളികൾ. ഫുഡ് കൊടുത്തൊന്നും കഴിച്ചിട്ടില്ല, മീൻ മാത്രം തിന്ന്. പാല് കൊടുത്താൽ പാലൊക്കെ തട്ടിമറിച്ചാട് കളഞ്ഞ്. അതാണ് അവളെ പണി. ഇപ്പം ഉമ്മ പുറത്ത് വിട്ട് കൊടുത്തില്ല, അതാണ് പ്രശ്നം. ചാർലിമാ ഉണ്ടോ? അങ്ങനെ ഉണ്ട് ഞങ്ങളെ പിന്നെ ചാർലി. എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ. അതാ കണ്ടോ അവളെ ചെയ്യലുണ്ടോ? ഇനി എവിടെയും നല്ല പൂച്ചകളിടത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ കടയിലവിടെ കൊണ്ടുപോയാക്കണം, നിലവിൽ ശരിയാവുള്ളൂ. ഇതുവരെ അവൾ ഈ കളി കളിക്കും. ഭയങ്കര സൗണ്ടാണ് മക്കളെ, ഭയങ്കര സൗണ്ട്. ആ സൗണ്ട് ഇവിടെ കേട്ടാൽ ആവില്ല. കിടക്കിടക്ക് മാമുന്നാളി കീറിക്കൊണ്ട് ഇനി ഇത് ഇവിടെ ഉണ്ട് കുറച്ച് മീൻ. ഇതാ കിളിമീൻ എന്താ പറയുന്നത്? നമ്മളെ നാട്ടിൽ കോര എന്നാണ് പറയുക കേട്ടോ. പുതിയാപ്പള കോര എന്നൊക്കെ പറയും. ചില നാട്ടിൽ ഇത് കിളിമീൻ എന്ന് പറയും. അതാണ് കോര കേട്ടോ. കുഞ്ഞനാണ് ഇത്. ചാർലിക്ക് കൊടുക്കാൻ, അതായത് പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. നല്ലതൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കിയാൽ നമുക്ക് നാളെ പൊരിക്കുകയെ മുളകിടുകയൊക്കെ ചെയ്യുക. ബാക്കി ഒക്കെ കൊടുക്കുക. വൃത്തിയാക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. അതൊക്കെ പിന്നെ അതാ മക്കളെ, ഞങ്ങൾ മിനിയാന്ന് അൽഫാം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അൽഫാമിൻ്റെ വീഡിയോ വരുന്നുണ്ട്, റെഡി ആയിട്ടില്ല. ഇവിടുന്ന് നിന്ന് അൽഫാം ഉണ്ടാക്കിഞ്ഞ് അതാ അടുക്കള പണി പൂർത്തിയാകത്താണല്ലോ. അതുകൊണ്ട് ഇവിടെ ഉള്ള അടുപ്പിൻ്റെ അടുത്ത് ഇവിടെ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ആ വീഡിയോ വരുന്നുണ്ട് ഇൻഷാ അള്ളാ. ഇതാ എൻ്റെ പാത്രത്തിൻ്റെ സ്റ്റാൻഡൊക്കെ അവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇവിടെയൊക്കെ വെച്ച് ഇവിടുന്ന് പാത്രം കഴുകി ഇവിടെ തന്നെ വെക്കും. ഒക്കെ വൃത്തിയായി. പിന്നെ ഞങ്ങളെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്ന സ്ഥലം അതിവിടെ ഉണ്ടോ. ഫ്രിഡ്ജ് ഇപ്പം ഇല്ല, ഫ്രിഡ്ജ് കേടുവന്ന്. ഫ്രിഡ്ജ് നന്നാക്കാൻ കൊണ്ടുകൊടുത്തതാണ്. 2-3 ദിവസമായി. ഇൻഷാ അള്ളാ നാളെ മറ്റന്നാളൊക്കെ കിട്ടാൽ മതി. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്, താഴെയും അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇങ്ങനെയൊക്കെ പണികളൊക്കെ ഉണ്ട്. ചോറും കറിയൊക്കെ ആയിന്. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? ചോറൊക്കെ ആയോ? കമൻറ്റൊക്കെ വിടണം. ഇനിയും വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇടയ്ക്കിടയ്ക്ക് വീക്കിൽ 1 ടൈം ഉണ്ടെങ്കിൽ ഓരോ വീഡിയോ ഇൻഷാ അള്ളാ ഞാൻ ഇടാൻ നോക്കാം. സുഖമില്ലാണ്ട് ആയതുകൊണ്ടൊക്കെ വീഡിയോ ഇടാതിരുന്നത്. കാലിനൊക്കെ അതിൻ്റെ ഇടയിൽ ചെറിയ പരിക്കൊക്കെ ഏറ്റ്, അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി കഴിയുന്നു ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇൻഷാ അള്ളാ. കുക്കിംഗ് വീഡിയോ. പിന്നെ നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും പോവാറില്ല, അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. മക്കൾ സ്കൂൾ തുറന്ന്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ വിടണമെങ്കിലൊക്കെ ഇടയിൽ പോകണം. ഒന്ന് മോൾക്ക് സ്കൂളില്ല, മോക്ക് സ്കൂളിൽ കണ്ടൊക്കെ സ്കൂളില്ല. ഒരു വീട്ടിലുണ്ട്. അവൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. ചോറൊക്കെ ആയിട്ടുണ്ട് ഇൻഷാ അള്ളാ. ഇനിയും വീഡിയോ ആയിട്ട് വരും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് വീഡിയോൻ്റെ താഴെ ഇടുക. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോ മുന്നോട്ടേക്ക് പോകുള്ളൂ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഹെൽപ്പാകട്ടെ. നിങ്ങൾ ലൈക്ക് ഒന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബൈ. എന്നോട് പിണങ്ങി കിടന്നുറങ്ങണുണ്ടോ? എൻ്റെ അടുത്ത് പിണങ്ങി ഓളിട്ടോ. ചാർലിയേ പിണങ്ങി ഉറങ്ങാം കേട്ടോള്. കണ്ടോ നോക്കണേ ചാർലി പെണ്ണേ. മിനിയോട് മിണ്ടൂല. മാമു വേണ്ട, മാവൂന വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക്. ചെറുബേ മാവൂനെ തല്ലി പോണം നമുക്ക് നാളെ കേട്ടോ.